അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഖത്മുൽ ഖുർആന്റെ 64-ാമത്തെ ക്ലാസ്സാണ്. നമുക്ക് ചെറിയ നിലക്ക് ഒരു വിശദീകരണം നൽകിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ അൻആമിൻ്റെ 51-ാമത്തെ ആയത്ത് മുതലാണ് 50 വരെ നമ്മൾ ഓതി തീർത്തു. ഇൻഷാ അല്ലാഹ് കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنذر به الذين يخافون أن يحشروا إلى ربهم وأنذر به الذين يخافون وأنذر به الذين يخافون أن يحشروا. ഇവിടെ നമ്മൾ പല രൂപത്തിലും പല സ്ഥലത്തും നമ്മൾ നിർത്തിയപ്പോൾ പല സ്ഥലത്തും പല രൂപത്തിലാണ് നിർത്തിയത്. വഅൻദിർ ബിഹി എന്ന് പറഞ്ഞില്ല, ഹന് സുക്കൂൻ കൊടുത്തു. ഇതിൻ്റെ കാരണം അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കണം നിർത്തുമ്പോൾ. നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക. തൻവീൻ ഫത്ത് ആണെങ്കിൽ തൻവീൻ ഫത്തോടുകൂടെ അല്പം നീട്ടിയിട്ട് നിർത്തുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, ഹാത്താവ് വരുന്നിടത്ത് എന്ത് ചെയ്യുക, ഹാത്താവിന് എങ്ങനെ വന്നാലും, ഹാത്താവിന് ഫത്ത് ആയിക്കോട്ടെ തൻവീൻ ഫത്ത് ആയിക്കോട്ടെ, എങ്ങനെ വന്നാലും അവിടെയാണ് നിർത്തുന്നതെങ്കിൽ ഹാത്താവിനെ മാറ്റിയിട്ട് സുക്കൂനുള്ള ഹ ആക്കി മാറ്റും. ഇതുപോലെ ബിഹി എന്നുള്ളിടത്ത് നിർത്തിയതുപോലെ ബിഹ്. അപ്പോ അല്ലദീന എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ അല്ലദീൻ, നൂനിന്റെ സുക്കൂന്. അവിടെ തന്നെ നിർത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം, അവസാനത്തെ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ അവിടെ അല്പം നീട്ടുകയും ചെയ്യണം. അല്ലദീൻ അത് അവിടെ നിർത്തുമ്പോഴേ അത് വരികയുള്ളൂ. നിർത്താതെ ഓതുകയാണെങ്കിൽ അല്ലദീന യഖാഫൂന അൻ യുഹ്ശറൂ, അവിടെ ഒരു മദ്ദുണ്ട്, മദ്ദിന്റെ ചിഹ്നമുണ്ട്. അപ്പോൾ അൻ യുഹ്ശറൂ എന്ന് പറഞ്ഞ് നീട്ടണ്ട. അവിടെ നിർത്തുകയാണെങ്കിൽ ആ നീട്ടലുണ്ടാവുകയില്ല. അൻ യുഹ്ശറൂ. അതിന് മുമ്പേ വഅൻദിർ, അവിടെ കണ്ടില്ലേ റോഇന് സുക്കൂനാണ്, തൊട്ട് മുമ്പ് കസ്റുമാണ്. ഇങ്ങനെ വന്നാൽ റാഇനെ തർഖീഖ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. കനം കുറക്കുക, വായ നിറച്ചുകൊണ്ട് ഓതരുത്. റോ അർ എന്ന് പറയുന്നത് പോലെ വഅൻദിർ എന്ന് പറയരുത്. വഅൻദിർ ബിഹില്ലദീന യഖാഫൂൻ. അവിടെ നിർത്തി. നൂനിന് അവസാനത്തെ അക്ഷരം നൂനാണ്, നൂനിന് സുക്കൂൻ ചെയ്യണം. തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്, നീട്ടാനുള്ള വാവാണ് വന്നിട്ടുള്ളത്. നീട്ടാനുള്ള വാവായിരിക്കണം. ഇവിടെ നീട്ടാനുള്ള വാവല്ലേ, ഫൂ യത യഖാഫൂൻ, യഖാഫൂ എന്നുള്ളത് വാവാണുള്ളത്. അപ്പോൾ അവിടെ നിർത്തുകയാണെങ്കിൽ, നിർത്തുക എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പ്രായമുള്ള മിക്ക ആളുകളും ഓതുന്ന രൂപം, കാരണം അവർക്ക് ശ്വാസം വല്ലാതെ ചിലപ്പം കിട്ടിക്കൊള്ളുന്നില്ല. നല്ല ഉഷാറായിട്ട് കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എങ്കിലും അധികം ആളുകളും ഓതുന്ന രൂപം ഞാൻ പറഞ്ഞു തരാം. വഅൻദിർ ബിഹില്ലദീന യഖാഫൂന അൻ യുഹ്ശറൂ ഇലാ റബ്ബിഹിം ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ശഫീഅ ലഅല്ലഹും യത്തഖൂൻ. ഇങ്ങനെയാണ് ഓതേണ്ടത്. പക്ഷേ ഇവിടൊക്കെ നിർത്തുന്ന സമയത്ത്
വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് വഅൻദിർ ബിഹില്ലദീന യഖാഫൂന അൻ യുഹ്ശറൂ ഇലാ റബ്ബിഹിം ലൈസ ലഹും മിൻ ദൂനിഹി. ഇവിടെ എങ്ങനെയാണുള്ളത് അതുപോലെ നിർത്തുക, അത് ചെയ്യാൻ പാടില്ല. സുക്കൂന് ലഹും എന്നുള്ളിടത്ത് സുക്കൂൻ തന്നെയാണ്, അവിടെ പിന്നെ സുക്കൂൻ തന്നെ ചെയ്യണം. ഇലാ റബ്ബിഹിം, അവിടെ കണ്ടില്ലേ, ഇലാ റബ്ബിഹിം. അപ്പൊ അവിടെ മീമിന് സുക്കൂനുണ്ട്, അവിടെ പ്രശ്നമില്ല. അപ്പോൾ പല ആളുകളും ഓതാൻ അറിയുന്ന ആളുകളെ സംബന്ധിച്ചല്ല പറഞ്ഞ് അത് ശ്രദ്ധിക്കാതെ പോകുന്ന, ഒരുപാട് അറിഞ്ഞിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ നിർത്തുക, അതാണ് ഇപ്പോൾ വിഷയം. ആ നിർത്തലിപ്പോഴും ക്ലാസ് മനസ്സിലായതുകൊണ്ട് കാര്യമില്ല, നമ്മൾ കൂടെ ഇങ്ങനെ ഓതണം. ഓതിയിട്ട് ഇവിടെ എങ്ങനെ നിർത്തുക നോക്കണം. നമുക്ക് നിർത്തേണ്ടതെന്നുള്ള വിഷയം. നമ്മൾ ഏതെങ്കിലും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയാണ് നിർത്തേണ്ടി വന്ന ശ്വാസം നമ്മളെന്ത് ചെയ്യും, ശ്വാസം നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുമല്ലോ, നിർത്തുമല്ലോ. അപ്പം ആ നിർത്തുന്ന സ്ഥലത്ത് അവിടെ ഉള്ളതുപോലെ തന്നെ നിർത്താൻ പറ്റൂല. യഖാഫൂന എന്നുള്ളത് രണ്ടാമത്തെ ഇതിൽ നമ്മളെ സ്ക്രീനിൽ രണ്ടാമത്തെ വരി കണ്ടില്ലേ, യഖാഫൂന എന്നുള്ളിടത്ത് നിർത്തുമ്പോൾ യഖാഫൂന എന്ന് പറഞ്ഞ് നിർത്തരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. അവിടെ സുക്കൂൻ ഇല്ല, അവിടെ ഫത്ഹാണുള്ളത്. യഖാഫൂന എന്നുള്ളിടത്ത് ഫത്ഹാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്, ആ ഫത്ഹ മാറ്റുക തന്നെ ചെയ്യണം. അവിടെ സുക്കൂൻ കൊടുത്ത് നിർത്തണമെന്ന് ഒന്ന് അതേപോലെ ഒന്ന് ഓതി നോക്കി. എല്ലാവരും പ്രായമുള്ളവരെന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് കൂടുതൽ സൗകര്യത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. കാരണം ബാക്കിയുള്ള ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒറ്റടിക്കുക, ചിലപ്പോൾ ഒരു ആയത്തൊന്നായിട്ട് ചിലപ്പോൾ ഓതിപ്പോവും ഓതാൻ കഴിയുന്നുണ്ടെങ്കിൽ. وأنذر به الذين يخافون أن يحشروا إلى ربهم ليس لهم من دونه. അപ്പം ഞാൻ അവിടെ നിർത്തേണ്ടി വന്നു. അപ്പം മിൻ ദൂനിഹി എന്ന് പറയുന്നത്, മിൻ ദൂനി അതിന് സുഖം കൊടുത്ത് അവിടെ നിർത്തുക. നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ട് നിർത്തുക. നീട്ടാനുള്ള കൂടുതൽ നീട്ടരുത്, മറ്റുള്ളിടത്തൊന്നും കൂടുതൽ നീട്ട്, സാധാരണ ചെറിയ നീട്ടൽ. അയ്യുഹ്ശറൂ. അപ്പോൾ ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കണം നിർത്തുമ്പോൾ. നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക. ഏത് അവസാനത്തെ അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ അയ്യുഹ്ശറൂ അവിടെ നീട്ടാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഹാവും അഹത്താക്ക് നിർത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, സുക്കൂൻ കൊടുത്തിട്ട് തന്നെ നിർത്തുക. മിന്ദൂനിഹി എന്നാണുള്ളത്. അവിടെ എന്ത് ചെയ്യുക, നിർത്തുമ്പോൾ മിന്ദൂനിഹി വലിയ്യുൻ വലാ ഷഫീഉൻ എന്നാണുള്ളത്. ഷഫീഉൻ എന്നാണുള്ളത്. അവിടെ എന്ത് ചെയ്യണം, സുക്കൂന് കൊടുക്കണം ഐനിന്. ലഅല്ലഹും യത്തഖൂൻ. ഒന്ന് ഓതി നോക്കി, എവിടെയാണ് നമുക്ക് നിർത്താൻ വരുന്നത് അവിടെ നീ നിർത്തുക. വഅൻദിർ ബിഹില്ലദീന യഖാഫൂന അൻ യുഹ്ശറൂ ഇലാ റബ്ബിഹിം ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ശഫീഉൻ ലഅല്ലഹും യത്തഖൂൻ. ഇനി 52-ാമത്തെ ആയത്ത്. വലാ തഖുറുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാ. ഇവിടെ മീമിൻ്റെ ശേഷം ബ വന്നിട്ടുണ്ട്. മീമിൻ്റെ ശേഷം ബ വന്ന് റബ്ബഹും ബിൽഗദാ. മീമിന് 3 നിയമങ്ങളാണുള്ളത്. മീമിൻ്റെ ശേഷമുള്ള അക്ഷരമാണ് നോക്കേണ്ടത്. സുക്കൂനുള്ള മീമ് വന്നു, എന്നാൽ പിന്നെ അതിൻ്റെ ശേഷമുള്ള അക്ഷരം ഏതാണ് എന്ന് നോക്കണം. അപ്പോഴാണ് മീമിനെയാണ് ചെയ്യുന്നത്, മറച്ച് മണിക്കുന്നത്. മീമിൻ്റെ ശേഷം ബ വന്നാൽ
എന്ത് ചെയ്യണം? മീമിനെ മറച്ച് മണിക്കണം. റബ്ബഹും ബിൽ ഗദാ റബ്ബഹും ബിൽ ഗദാത്തി എന്ന് പറഞ്ഞുകൊണ്ട് പറയില്ല, വ്യക്തമാക്കി റബ്ബഹും. ഇപ്പം വ്യക്തമായി, ആ രൂപത്തിലല്ല. റബ്ബഹും ബിൽ ഗദാ. എന്നാൽ മീമിൻ്റെ ശേഷം മീമ് തന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം, സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, മീമിനൊന്നുമില്ലല്ലോ, ഒന്നുമില്ലെങ്കിൽ പിന്നെ സുക്കൂനാണ്. അപ്പോൾ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് തന്നെ വന്നാൽ ആദ്യമുള്ള മീമിനെ, അഥവാ റബ്ബഹും ഇപ്പോൾ അവിടെ ഒരു മീമ വന്നല്ലോ, ഇനി അതിന് ശേഷമുള്ള മീമാണെങ്കിൽ അപ്പോൾ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുന്നു, മണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു മീമായിട്ട് പറയുന്നു, ആ മീമിന് രണ്ടാമത്തെ മീമിന് ശബ്ദം ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ മീമിന് ശബ്ദത്തോട് കൂടെ അതിൻ്റെ കൂടെ മണിക്കുകയും ചെയ്യാം. അതാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞത്. ഇനി ഇപ്പോൾ പറഞ്ഞത് മീമിൻ്റെ ശേഷം മീമും ബഉം, ഇത് രണ്ടുമല്ലെങ്കിൽ ബാക്കി 26 അക്ഷരങ്ങളാണുള്ളത്. ഈ രണ്ടക്ഷരം അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും മീമ് വ്യക്തമാക്കി സുക്കൂനോടുകൂടെ പറയണം. മീമാണ് വ്യക്തമാക്കുന്നത്, പക്ഷെ നോക്കുന്നതിന് ശേഷമുള്ള അക്ഷരമാണ്. അപ്പോൾ അത് നമ്മൾ അതുപോലെ ഓതാൻ വേണ്ടി നമ്മൾ പഠിച്ചാൽ പോരാ, അതുപോലെ നമ്മൾ റിപ്പീറ്റ് എന്ത് ചെയ്യണം? ആവർത്തിച്ച് അത് ശരിയാക്കണം. ഇവിടെ ഇപ്പം ഇങ്ങനെ യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء. ഇവിടെ കണ്ടില്ലേ, നാം പറഞ്ഞു മീമിൻ്റെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് തന്നെ വന്നില്ലേ, ഹിസാബിഹിം മി എന്നാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഹിസാബിഹിം മീ എന്ന് പറയരുത്. പിന്നെ എങ്ങനെയാവുക? ഒറ്റ മീമായിട്ട് ആദ്യത്തെ മീമ് പറയില്ല, ആദ്യത്തെ മീമ് രണ്ടാമത്തെ മീമിന് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ മീമ് കട്ടി കൂടി ആദ്യത്തെ മീമ് ഇല്ലാത്തതുപോലെ രണ്ടാമത്തെ മീമ് മറച്ച് എന്ത് ചെയ്യുക? അവിടെ രണ്ടാമത്തെ മീമ് കട്ടി കൊടുക്കുകയും മാണിക്കുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞ് റബ്ബഹും ബി എന്ന് പറഞ്ഞ് ബാവിന് കട്ടി കൂടുന്നില്ല, അവിടെ ബാഇന് കട്ടി കൂടുന്നില്ല, മീമ് മറച്ച് മണിക്കുന്നു. ഇവിടെ മിൻ ഹിസാബിഹിം മിൻ ശൈഇൻ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ശൈഇ അലൈഹിം മിൻ ശൈഇൻ فتطردهم فتكون من الظالمين. അപ്പോൾ അവിടെ അലൈഹിം ഇദ്ഗാം ചെയ്തു, കൂട്ടി യോജിപ്പിച്ചു, മണിക്കുകയും ചെയ്തു. അലൈഹിം മിൻ ശൈഇൻ فتطردهم فتكون. ഇവിടെ മീമിൻ്റെ ശേഷം ഫ ആണ്, മീമും ബഉം അല്ല വന്നിട്ടുള്ളത്, ഫ ആണ്. ബാക്കി ഏത് വന്നാലും മീം വ്യക്തമാക്കണം എന്ന് പറഞ്ഞു. ചുണ്ട് പൂട്ടിയിട്ട് വ്യക്തമാക്കി പറഞ്ഞതിന് ശേഷം ഫ പറഞ്ഞാൽ മതി. فتطردهم فتكون من الظالمين. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين. 53 وكذلك فتنا بعضهم ببعض മീമിൻ്റെ ഇഖ്ഫ ചെയ്യണം, മറച്ച്
മീമിൻ്റെ നിയമം വേറെയാണ്, നൂനിൻ്റെ നിയമം നൂനും തൻവീനും ഒരുപോലെയാണ്. മീം മറ്റൊരു നിയമമാണ്. وكذلك فتنا بعضهم ببعض ليقولوا أهؤلاء من الله عليهم من بيننا من الله عليهم من بيننا. ഇനി നൂനിൻ്റെ നിയമങ്ങൾ നൂനിൻ്റെയും തൻവീൻ്റെയും ഒരുപോലെയാണ്. നൂനിൻ്റെ ശേഷം ബ വന്നാൽ, ഇവിടെ വന്നില്ലേ മീം, ഇവിടെ നൂനിൻ്റെ ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. നൂനിൻ്റെ ശേഷം വന്ന ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കണം. മിൻ എന്ന് പറയുന്നതിന് പകരം മിം ബൈനിന. ഇതാണ് ഒരു നിയമം. അതിൻ്റെ പേരാണ് ഇഖ്തിലാബ്. നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. മിം ബൈനിന. മീമാക്കി മാറ്റിയ പിന്നെ അവിടെ മീമായിട്ട് മാറി. അപ്പോൾ പിന്നെ മീമിൻ്റെ നിയമമാണ്. മീമിൻ്റെ ശേഷം ബാ വന്നാൽ മറച്ചു മണിക്കണം എന്ന് പറഞ്ഞല്ലോ, അത് അവിടെ ഉണ്ടാവണം. മിം ബൈനിന. ആ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുന്നതിൻ്റെ പേരാണ് ഇഖ്തിലാബ്. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓതുന്ന അവസരത്തിൽ മീമാണ്. അപ്പോൾ മീമിൻ്റെ നിയമം അവിടെ കൊണ്ടുവരണം. മറച്ചു മണിക്കുക. നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിൻ്റെ ശേഷം ലാമോ റോ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക. നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി, മണിക്കൊന്നും വേണ്ട. ഇതുപോലെ നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിൻ്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമി എന്നീ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം പോരാ, ഇവിടെ കൂട്ടി യോജിപ്പിക്കുകയും അതിൻ്റെ കൂടെ മണിക്കുകയും ചെയ്യണം. ഇദ്ഗാമും ബിലാ ലാമറോ ആണെങ്കിൽ കൂട്ടി യോജിപ്പിക്കൽ മാത്രം ഉണ്ടായാൽ മതി. ഇവിടെ കൂട്ടി യോജിപ്പിക്കുന്ന നൗമി ആണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുന്നതിൻ്റെ കൂടെ മണിക്കുകയും ചെയ്യണം. ഇനി നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീൻ്റെ ശേഷം ഇളാൻ്റെ അക്ഷരമായ ഹംസ, ഹ, ഐന്, ഗൈന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ നൂന് തൻവീന് വ്യക്തമായിട്ട് സുക്കൂനോടുകൂടെ, അല്ലെങ്കിൽ തൻവീനാണെങ്കിൽ തൻവീന് കറക്റ്റായിട്ട് തൻവീനോടുകൂടെ പറയുക. ബാക്കി ഏത് വന്നാലും അവിടെ നീളം ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കണം. നമുക്ക് ഓരോന്ന് പറയാം. അലൈസ അല്ലാഹു ബിഅഅലമ ബിശ്ശാകിരീൻ وكذلك فتنا بعضهم ببعض ليقولوا. അടക്കട്ടില്ലേ, തൻവീൻ ശേഷം ലാമ വന്ന് ബിബഅദിൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം ലാമാണ്. അപ്പം ബിബഅദിൽ ലിയഖൂലു അഹഉലാ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ അലൈസ അല്ലാഹു ബിഅഅലമ ബിശ്ശാകിരീൻ. 54. وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم. അവിടെ കണ്ടില്ലേ, തൻവീനിൻ്റെ ശേഷം ഐന് വന്നു. ഐന് ഇളാൻ്റെ അക്ഷരമാണ്. ഹംസ, ഹ, ഐന്, ഗൈന്. ഇളാൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കേണ്ട സ്ഥലമാണ്. ശേഷമുള്ളത് ഇളാൻ്റെ അക്ഷരമാണെങ്കിൽ ഈ തൻവീന് അല്ലെങ്കിൽ നൂന്, ഇവിടെ തൻവീനാണ്. അപ്പോൾ സലാമുൻ അലൈഹി എന്ന് പറയാൻ പറ്റില്ല. സലാമുൻ വ്യക്തമാക്കുക. സലാമുൻ അലൈക്കും കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല. മൻ വ്യക്തമാക്കി, ശേഷമുള്ളത് ഐനായതുകൊണ്ട് ഇളാൻ്റെ അക്ഷരമാണ്. ഇളാൻ്റെ അക്ഷരം വന്നാൽ ശേഷമുള്ള ഇളാൻ്റെ അക്ഷരമാണെങ്കിൽ ഇവിടെ നൂന് വ്യക്തമാക്കണം. എന്നാൽ മൻ അമില മിൻകും അവിടെ മിൻകും എന്ന് പറഞ്ഞില്ല, കാരണം എന്താ, ശേഷമുള്ളത് കാഫാണ്. ശേഷമുള്ളത് കാഫ് ആയതുകൊണ്ട് ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇവിടെ മൻ എന്നത് പറഞ്ഞതുപോലെ ഇവിടെ മിൻ എന്ന് വ്യക്തമാക്കാൻ പറ്റൂല, ഇവിടെ ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. അപ്പം മൻ അമില മിൻകും സൂഅൻ ബിജഹാല. തൻവീൻ്റെ ശേഷം ബാ വന്നു. തൻവീനിൻ്റെ ശേഷം ബാ വന്നാൽ എന്താണ് നിയമം പറഞ്ഞു. തൻവീൻ്റെ ശേഷമോ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷമോ ബാ വന്നാൽ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ആ മീമിൻ്റെ ചിഹ്നം അവിടെ ഉള്ളത്. ഉച്ചാരണത്തിൽ സൂഅൻ എന്ന ഉച്ചാരണത്തിൽ അല്ലേ, അവിടെ ശേഷമുള്ളത് ബ ആണ്. ഇതിന് ശേഷമുള്ളത് ബ ആണ്. ഒരു അലിഫ് അവിടെ ഉണ്ടെങ്കിലും അത് നമ്മൾ ഉച്ചരിക്കുന്നില്ല. സൂഅൻ എന്നാണുള്ളത്, ശേഷമുള്ളത് ബ എന്നുള്ള. അപ്പം എന്താണ് സൂഅൻ എന്ന് പറയാതെ സൂഅം
അവിടെ മദ്ദുണ്ട്. ബിജഹാല അവിടെ നിർത്തുന്നില്ല എങ്കിൽ ബിജഹാലത്തിൻ സുമ്മ താബ് തൻവീന് ശേഷം ആണ് ഇഖ്ഫാ ചെയ്യണം. സുമ്മ താബ മിൻ ബഅദി മിൻ എന്നല്ല, നമ്മളൊക്കെ ഇതിങ്ങനെ ഓരോന്നോരോ ഇങ്ങനെ പോകുമ്പോൾ എവിടെയൊക്കെ നിർത്തണം അവിടെയൊക്കെ നിർത്തുന്നതൊക്കെ ശ്രദ്ധിക്കും വേണം. മിൻ ബാദി എന്നുള്ളത് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബാണ് വന്നിട്ടുള്ളത് നൂനിനെ മാറ്റി മീം വായിക്കണം. മിൻ ബാദി മിൻ ബാദിഹി വഅസ്ലഹ ഫഅന്നഹു ഗഫൂറുർ റഹീം. ഫഅന്നഹു ഈ ഹൂന്നിൻ്റെ അവിടെ ഒരു നീട്ടാനുണ്ട് അല്ലേ? അപ്പോൾ നീട്ടണം. ചില സ്ഥലത്ത് നീട്ടാനുണ്ടാവില്ല, അപ്പോൾ പിന്നെ നീട്ടാനും പാടില്ല. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. وَإِذَا جَاءَكَ الَّذِينَ يُؤْمِنُونَ بِآيَاتِنَا فَقُلْ سَلَامٌ عَلَيْكُمْ كَتَبَ رَبُّكُمْ عَلَى نَفْسِهِ الرَّحْمَةَ أَنَّهُ مَنْ عَمِلَ مِنْكُمْ سُوءًا തൻവീൻ ആയതുകൊണ്ട് നിർത്തുകയാണെങ്കിൽ തൻവീൻ ആയതുകൊണ്ട് അങ്ങനെയാണ് നിർത്തേണ്ടത്. ബിജഹാല മാറ്റിയിട്ട് ഹാ ആക്കി കൊടുത്തു. ثم تاب من بعده وأصلح فأنه غفور رحيم. وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم. وكذلك نفصل الآيات ولتستبين سبيل المجرمين. وكذلك نفصل الآيات അവിടെ നിർത്തുമ്പോൾ ആ എന്നാണ് നീട്ടാനുണ്ട്. അവിടെ ഹംസക്ക് നീട്ടാനുണ്ട്. ഹംസക്ക് ശേഷമാണ് അലിഫുള്ളത്. ആയാത്ത് താഇന് സുക്കൂന് അതിൻ്റെ തൊട്ട് മുമ്പ് എപ്പോഴും ശ്രദ്ധിക്കണം. അതിന് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടോ നോക്കണം. ഇവിടെ നീട്ടാൻ ഒറ്റടിക്ക് കാണൂല്ലെങ്കിൽ ചെറിയ ഒരു അലിഫ് അവിടെ ഉണ്ട്. ആ അലിഫ് ഉണ്ടായത് കൊണ്ടാണ് ആയ എന്ന് പറഞ്ഞ് നീട്ടിയത്. അപ്പോൾ അവിടെ മദ്ദ് ആരിദ് വരും. വലിതസ്തബീന സബീൽ അവിടെയാണ് നിർത്തുന്നതെങ്കിൽ ലാമിന് സുക്കൂന് തൊട്ട് മുമ്പ് യാ ഉണ്ട് നീട്ടാൻ. സബീൽ എന്നുള്ളൂ, പക്ഷെ നിർത്തുമ്പോൾ സബീൽ. വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. ഖുൽ ഇന്നി നുഹീതു അൻ അഅ്ബുദ് അൻ എന്തേ വ്യക്തമാക്കാൻ കാരണം ശേഷമുള്ളത് ഹംസയാണ്. ഇനി സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹംസ വന്നു. ഹംസ വന്നാൽ പിന്നെ നൂന് വ്യക്തമാക്കണം. അൻ ഇൽഹാർ പ്രശ്നമില്ല, കാരണം ഇൽഹാറിൻ്റെ അവിടെയൊക്കെ നൂനിന് സുക്കൂന് വ്യക്തമായിട്ട് ചിഹ്നം അവിടെ തന്നെ ഉണ്ടാവും. അൻ അഅ്ബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ഖുൽ ലാ അത്തബിഉ അഹ്വാഅകും. ഖുൽ എന്ന് പറയരുത്. ഖുൽ ലാ അത്തബിഉ അഹ്വാഅകും ഖദ് ളലൽതു ഇദൻ വമാ അന മിനൽ മുഹ്തദീൻ. വമാ അന എന്നാണുള്ളത്. അന ഒരു അലിഫുണ്ട്, പക്ഷെ അലിഫിൻ്റെ മുകളിൽ 0 മാർക്ക് കണ്ടില്ലേ? അപ്പോൾ അത് പറയുകയില്ല, ഉച്ചരിക്കുകയില്ല. വമാ അന മിനൽ മുഹ്തദീൻ. ഖുൽ ഇന്നി നുഹീതു അൻ അഅ്ബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ഖുൽ ലാ അത്തബിഉ അഹ്വാഅകും ഖദ് ളലൽതു ഇദൻ വമാ അന മിനൽ മുഹ്തദീൻ. ഖുൽ ഇന്നി അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വകذبതും ബിഹി ما عندي ما تستعجلون به എന്നാണുള്ളത്. നിർത്തുമ്പോൾ ബിഹി. ഇനിൽ ഹുക്കും
ഇനിൽ ലാമിന് സുക്കൂന് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് യഖുസ്സുൽ ഹഖ് വഹുവ ഖൈറുൽ ഫാസിലീൻ قل إني على بينة من ربي وكذبتم به ما عندي ما تستعجلون به إن الحكم إلا لله يقص الحق وهو خير الفاصلين قل لو أن عندي ما تستعجلون به لقضي الأمر بيني وبينكم والله أعلم بالظالمين قل لو أن عندي ما تستعجلون به لقضي الأمر بيني وبينكم وبينكم والله أعلم بالظالمين والله أعلم بالظالمين بسم الله الرحمن الرحيم وأنذر به الذين يخافون أن يحشروا إلى ربهم ليس لهم من دونه ولي ولا شفيع لعلهم يتقون ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين وكذلك فتنا بعضهم ببعض ليقولوا أهؤلاء من الله عليهم من بيننا أليس الله بأعلم بالشاكرين وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم وكذلك نفصل الآيات ولتستبين سبيل المجرمين قل إني نهيت أن أعبد الذين تدعون من دون الله قل لا أتبع أهواءكم قد ضللت إذا وما أنا من المهتدين قل إني على بينة من ربي وكذبتم به ما عندي ما تستعجلون به إن الحكم إلا لله يقص الحق وهو خير الفاصلين قل لو أن عندي ما تستعجلون به لقضي الأمر بيني وبينكم والله أعلم بالظالمين صدق الله العلي العظيم الله سبحانه وتعالى നാം ഓതിയ ഖിറാഅത്തിനെ നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ 8 ആയത്ത് ഓതിയിട്ടുള്ളൂ. പിന്നെ ഇന്ന് 8 ആയത്ത് ഓതാനേ സമയം കിട്ടിയിട്ടുള്ളൂ. പിന്നെ 8 ആയത്ത് ഓതാന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ് എടുക്കാൻ അതിനെ സമയം കിട്ടിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഉള്ളത് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, പരമാവധി ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പരസ്പരം ദുആയിലേക്ക് ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹം കൂടുതലായിട്ട് പറയുന്നുണ്ട്. എന്താണ് അതിനിപ്പോൾ ചെയ്യുക എന്നുള്ള വകുപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ഉഷാറായിട്ട് തന്നെ പഠിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ലാസ് കേട്ട് അതിനനുസരിച്ച് നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ഇത് കൊണ്ടുവരാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്നും കൊണ്ടല്ല, ചെറിയ വർക്കുകൾ ഇങ്ങനെ നമ്മളെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ടായതുകൊണ്ടാണ് ക്ലാസ്സുകൾ കുറച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ സാധാരണ എല്ലായിടത്തും ഉണ്ടാകുന്നത് പോലെ നമ്മളൊക്കെ വീട്ടിൽ നനച്ചുകൂളിയും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമല്ലോ. അപ്പോൾ അതുപോലെ റമദാനൊക്കെ വരികയാണ്, പള്ളിയൊക്കെ അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുപോലെ നമ്മളൊക്കെ വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പരമാവധി ശ്രദ്ധിക്കുക. പരിശുദ്ധ റമദാൻ സ്വീകരിക്കാൻ വേണ്ടി വേണ്ടതുപോലെയൊക്കെ നമ്മൾ പിന്നെ ചെയ്യുക. നനച്ചുകൂലി എന്ന് പറഞ്ഞാൽ വെറും ഒരു നനച്ചുകൂലി മാത്രമല്ല, അത് റമദാനോടുള്ള ഒരു ബഹുമാനം നമ്മൾ കൊടുക്കലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സജീവമായിട്ട് രംഗത്തിറങ്ങുക. വിശുദ്ധ ഖുർആൻ കൂടുതലായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇപ്പം തന്നെ അങ്ങനെ ഒരു പരിശീലനം തുടങ്ങിയാൽ റമദാൻ വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലൊരു ഉന്മേഷം വരുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറണം. അല്ലാഹു തആല അതിനൊക്കെയുള്ള നല്ല തൗഫീഖ് സന്മനസ്സും സാഹചര്യം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.